ചാനൽ. സോ നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വന്നതാണ്. സോ നമുക്ക് കാണാം. ജീവിതത്തിൽ ചില സമയങ്ങളുണ്ടല്ലോ, എല്ലാം ഓക്കെ ആണെന്ന് പുറമെ തോന്നുമെങ്കിലും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഓൾമോസ്റ്റ് ഒരു 2 months ആയിട്ട് ഞങ്ങളും അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ജോലിയുടെ സ്ട്രെസ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒത്തിരി സന്ദർഭങ്ങൾ, ഒത്തിരി സിറ്റുവേഷൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി സിറ്റുവേഷൻസ് വന്നു, ചലഞ്ചസ് ആയത്. അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ലൈക്ക് ഓവർ തിങ്കിങ്ങും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ, ഓവർ തിങ്കിങ്, പാനിക്, ആങ്സൈറ്റി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ആയിരുന്നു ഞാൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ ഒരു കാര്യം മനസ്സിലായത്. ചിലപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് ഓടിപ്പോകാൻ ഒരിക്കലും കഴിയില്ല, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ നമുക്ക് എന്തായാലും പറ്റും. അത് ഇമ്പോർട്ടൻറ്റും ആണ്. അങ്ങനെ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മൾ റുട്ടീനിൽ നിന്നൊന്ന് മാറി മനസ്സിന് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 18th. നമ്മൾ അത് തന്നെ ചൂസ് ചെയ്തു. നമുക്കൊരു 17th പോവാം, 1 day സ്റ്റേക്കേഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരുമായിട്ട് തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും നമുക്ക് എങ്ങനെ ഇത് പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ലൈക്ക് എവിടെ പോവാം. അങ്ങനെ നമുക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു മാമലകണ്ടം പോകണം എന്നുള്ളൊരിത്. അപ്പം കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്, കുറച്ച് ഫോറസ്റ്റൊക്കെ, നേച്ചറുമായിട്ട് കുറച്ച് ബ്ലെൻഡായി താമസിക്കാം, കുറച്ച് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറച്ച് ഡിജിറ്റൽ ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മാമലകണ്ടം നമ്മൾ ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്തു. അത് മാത്രമല്ല, നമുക്ക് കുറേ നാളായിട്ട് 2-3 റീൽസും ഒക്കെ കണ്ടിട്ട്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റീലെന്ന് പറയുമ്പോൾ ഞാൻ 2 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റീൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ റീൽ കണ്ടപ്പോൾ എനിക്ക് മരം റിസോർട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം, ഒരു ദിവസം സ്റ്റേ ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോയ്സും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു വെൽ നോൺ റിസോർട്ട്, ലൈക്ക് ഇപ്പോഴും ആഡൊക്കെ പോകുന്നുണ്ട്, ഇപ്പോഴും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ് ആ പർട്ടിക്കുലർ റിസോർട്ട്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഭയങ്കര വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ആ ഒരു എൻറ്റയർ ട്രിപ്പിൻ്റെ മൂഡ് തന്നെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അവിടുത്തെ നമ്മുടെ സ്റ്റേ. ലൈക്ക് വാട്ടെവർ, അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ വ്ലോഗും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഒന്നും. സോ അതൊക്കെ വിടാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ റിസോർട്ടിനെ ചൂസ് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ കാണുന്ന പോലെ ആയിരിക്കത്തില്ല എന്നുള്ളൊരു ചിന്ത. അങ്ങനെ നമുക്ക് ഈ സ്റ്റേക്കേഷൻ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രാവൽസിനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഒന്ന് പ്ലാൻ ചെയ്ത്, ഒരു ദിവസത്തെ ട്രിപ്പാണ്, വലിയ ട്രാവൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ബട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ലൈക്ക് വാട്ട് ആർ അവർ റിക്വയർമെൻറ്റ്, അത് തിരിച്ചറിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാർട്ടായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ മെസ്സേജ് ഇടുന്നതും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ലൂക്കാസ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസിനെ പരിചയപ്പെടാൻ പറ്റുന്നതും. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെടുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയും, നമ്മൾ ചൂസ് ചെയ്ത സ്പോട്ടുകൾ പറയും, ആൻഡ് മരം റിസോർട്ടിനെ കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ തിരക്കുകയും. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഓപ്ഷനാണ്, നല്ല സ്ഥലമാണ്, ദർ ഇസ് നോ ഇഷ്യൂസ്, ഇതുവരെയും ഒരു നെഗറ്റീവ് റിവ്യൂ അവർക്ക് അവിടെ നിന്ന് വന്നിട്ടില്ല, ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്യാം ഇഫ് യു ആർ ദാറ്റ് അഷ്വേർഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് നല്ലൊരു പ്രൈസിൽ തന്നെ അത് ബുക്ക് ചെയ്ത് തരികയും, റിസോർട്ട് ബുക്ക് ചെയ്ത് തരികയും, നമ്മുടെ എൻറ്റയർ ട്രിപ്പ് നമുക്ക് എങ്ങനെ വേണോ അതുപോലെ പ്ലാൻ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ അവർ ആ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് ഈ വ്ലോഗിൻ്റെ പോകെ കാണുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ നമുക്ക് എൻറ്റയർ സ്റ്റേക്കേഷൻ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആവാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെയും ചെറിയ ഡൗട്ട്ഫുള്ളായിട്ടുമാണ് ഞങ്ങൾ
ഈ ട്രിപ്പ് പോകുന്നത്. ആൻഡ് ദാറ്റ് ടു ദ ഡീപ്പ് ഫോറസ്റ്റ് മാമലകണ്ടത്തേക്ക്. എറണാകുളം ജില്ലയാണെങ്കിൽ പോലും ദിസ് ഇസ് എ ഫോറസ്റ്റ് ഏരിയ. ഇറ്റ്സ് എൻറ്റയർലി കവേർഡ് ഇൻ ഫോറസ്റ്റ്. ആൻഡ് ഈ റിസോർട്ട് നിൽക്കുന്നതാണെങ്കിലും ഇറ്റ്സ് ബിറ്റ്വീൻ ഫോറസ്റ്റ്. സോ നമുക്ക് പോകെ പോകെ കാണാം ഹൗ വാസ് അവർ എക്സ്പീരിയൻസ്. ആൻഡ് ഞാൻ കുറച്ച് നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. മേ ബി ഇത് ഒത്തിരി പേർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് ഇതുപോലെ ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മുടെ ചുറ്റും. അപ്പോൾ അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒന്ന് വോയിസ് ഓവർ ചെയ്തും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് എങ്ങനെയാണ് ഈ ട്രിപ്പ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് മാമലകണ്ടത്തിനെ കുറിച്ചും കൂടെ പറയാം. ഞാൻ പറഞ്ഞതുപോലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാടുകളും മലനിരകളും ഒക്കെ ചേർന്ന് ഒരുക്കിയ ഒരു മനോഹരമായ ഗ്രാമമാണ് ആക്ച്വലി മാമലകണ്ടം. പശ്ചിമഘട്ടത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മഴക്കാടുകൾ, വൈൽഡ് ലൈഫ്, പിന്നെ മൂടൽ മഞ്ഞ് പൊതിഞ്ഞ മലനിരകൾ, നേച്ചറിൻ്റെ ഒരു സൈലൻസ് ഉണ്ടല്ലോ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സൈലൻസ്, ഇതെല്ലാം ചേർന്നതാണ് മാമലകണ്ടം. പ്രശസ്തമായ മാമലകണ്ടം ഫോറസ്റ്റ് റോഡ് എപ്പോഴും ഒരു നേച്ചർ ഫ്രണ്ട്ലി ട്രാവലേഴ്സിന് ഭയങ്കരമായിട്ടും നേച്ചർ എക്സ്പ്ലോറേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയാണ്. ഇപ്പം ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈക്ക് സിറ്റി ലൈഫിൽ നിന്ന്, റഷായിട്ടുള്ള ലൈഫിൽ നിന്ന് ഒന്ന് മാറി നേച്ചറിനോട് കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാമലകണ്ടം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ ഒരു അനുഭവം തേടി തന്നെയാണ് കേട്ടോ ഞങ്ങൾ മാമലകണ്ടം ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ഞങ്ങൾ മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചകളെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് അവിടുത്തെ കാഴ്ചകൾ. ലൈക്ക് പോകുന്ന വഴിയെല്ലാം ഫോറസ്റ്റ് റോഡാണ്. ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ടൗൺ കാണാൻ പറ്റും. ലൈക്ക് ഒരു ഗ്രാമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ അതാണ് വാട്ട് ഈസ് കോൾഡ് മാമലകണ്ടം. ആൻഡ് എല്ലാവരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ചൊന്നും മാറി നിൽക്കാൻ, നിങ്ങൾക്ക് കുറച്ച് ഫോറസ്റ്റിനെയൊക്കെ ഇഷ്ടമാണ്, കുറച്ച് നേച്ചറുമായിട്ട് ഫ്രണ്ട്ലി ആണ് നിങ്ങളെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ നാളെ തിരിച്ചിറങ്ങുന്നിടത്ത് വരെ മഴയില്ലായിരുന്നു. മതി റോഡൊക്കെ ഉണ്ട്. റേഞ്ച് ഇഷ്യൂ ആണ് ഒരു പ്രശ്നം. എനിക്ക് എമർജൻസി കോൾ ഉള്ളിയായിരുന്നു കുറേ നേരം. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുവാ അതെന്തുവാ? നല്ല അഡ്വഞ്ചറസ്. അയ്യോ അടിയായിട്ട് വേറെ വഴിയാണ് ചിലപ്പോ. മേ ബി ഇങ്ങോട്ട് വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. അപ്പം വേറെ വഴിയാണ് എക്സിറ്റിന്. ഇനി അങ്ങോട്ടാ പോണ്ട. അയ്യാ ചുമ്മാതല്ല, ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു. താറെടുത്തിട്ട് പോകാനൊരു സ്ഥലം അന്വേഷിച്ചോണ്ട് തപ്പോഴാണ് ഇങ്ങോട്ട് വന്നു. കറക്റ്റ് ഈ റോഡൊക്കെ ആകുമ്പോ ഓക്കെ. അതിന് വഴി കറക്റ്റ് ആണല്ലേ? ബോർഡുണ്ടായിരുന്നു അവിടെ. യൂഹ പറയൂടോ, യൂഹ പറയൂടെ.
നമുക്കൊരു വട്ടം എല്ലാരെയും കൂടെ പൊക്കെ എടുത്തോണ്ട് വരാം. മിക്കവാറും എല്ലാരെയും കൂടെ വിളിച്ചിട്ട് വരാം. അല്ല എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളാണല്ലോ. ഇത് അപ്പുറത്ത് ഭയങ്കര കുറവാണ്. ഫോളോയിങ് തട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് ഈ മറ്റേ ഞാൻ ചോദിക്കട്ടെ, ഈ പോളോ ഞാൻ മറ്റേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ മണാലിയില് ഹിമാലയത്തില് എന്തോ ടയർ കറങ്ങി. ഇത് എങ്ങനെ ദൂരെ മോളിൽ പറ്റുമോ? ബാൽക്കണി. എങ്ങനെയുണ്ട്? അല്ല, ഇന്ന് മഴയില്ലാത്തോണ്ട് നമുക്ക് അത്രയും പ്രശ്നം പറ്റിയില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരിയാണ്. ശരി ശരി. അത് നമുക്ക് പിന്നെ പോയി നോക്കാം. അത് ജസ്റ്റ് പറഞ്ഞേക്കാം. ഇത് ടബ് വിത്ത് ടബുള്ള റൂമാ. ടബ് മുകളിലാണ് ടബ് വരുന്നത്. ഓപ്പൺ ടബ്. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് എന്താ ഇങ്ങനെ ഇരിക്കുമെന്നാ ടബ് വരുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ അകത്തൂടെ സ്റ്റേഴ്സ് വല്ലതും കാണുമായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാവേ. അപ്പോൾ ആക്ച്വലി നമ്മൾ വന്നിരിക്കുന്നത് മരം റിസോർട്ട്സിലാണ്, മാമലകണ്ടം. നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു സ്റ്റേക്കേഷൻ പോകണം. കാരണം കുറച്ച് എല്ലാവരും രണ്ടുപേരും വർക്ക് സ്ട്രെസ്സും പിന്നെ പേഴ്സണലി കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആണ് നമ്മൾ നാളെ ബർത്ത്ഡേ ആണ് ഹസ്ബൻഡിൻ്റെ. അപ്പം സാധാരണ നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വർഷവും നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് നോക്കിയാൽ തന്നെ അറിയാം, ഏകദേശം നമ്മുടെ ട്രാവൽ വ്ളോഗ് എല്ലാം വരുന്നത് ജൂണിലും ഡിസംബറിലും ആയിരിക്കും. അപ്പം ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ അങ്ങനെ എവിടെ പോകണമെന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് എനിക്കൊരു കഫുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം മരം റിസോർട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാനൊരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ നല്ല ഓവർ ഹൈപ്പും സോഷ്യൽ മീഡിയയിലുള്ള ഇതും കണ്ടിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. അവിടുത്തെ പറക്കാട്ട് റിസോർട്ട്സിൽ നമ്മൾ പോയായിരുന്നു. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു. ലൈക്ക് നമ്മൾ വ്ളോഗിൽ കാണുന്നതിൻ്റെ വ്ളോഗേഴ്സിന് കിട്ടുന്ന സാധനങ്ങളൊന്നും നമ്മൾ സാധാരണ പോകുന്നവർക്കൊന്നും കിട്ടുന്നില്ല. ഐ ഡോണ്ട് മീൻ ദാറ്റ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതിനല്ല, അല്ലാണ്ട് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളതും കുറച്ച് പബ്ലിസിറ്റി ഉള്ളവരുമായിട്ടുള്ളവർ ചെല്ലുന്നതും നമ്മൾ ചെല്ലുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കേവ് റൂമൊന്നും അല്ലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, നോർമൽ റൂമായിരുന്നു. അവർ എക്സ്പീരിയൻസ് വാസ് റിയലി ബാഡ്. കസ്റ്റമർ സർവീസ് മീൻസ് അവിടുത്തെ സർവീസേ ഭയങ്കര മോശമായിരുന്നു. ആൻഡ് അങ്ങനെ അത് നമ്മൾ പറയാൻ താല്പര്യമൊന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞതും. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം ഇവിടുത്തെ നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ട്, ഗേൾസ് ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഗേൾസുള്ള കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു, ലൈക്ക് എനിബഡി ഹാസ് വിസിറ്റഡ് ഇൻ ഈ റിസോർട്ട് നമുക്ക് റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് എന്നെ നീതൽ കോണ്ടാക്ട് ചെയ്യുന്നതും. പുള്ളിക്കാരത്തിയുടെ ലൂക്കാസ് ട്രാവൽസ് വഴിയാണ് നമ്മളിപ്പം ഈ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല പ്രൈസിന് കിട്ടി. അതാണ് പറയാൻ വന്നത് ഞാൻ. നല്ലൊരു പ്രൈസിന് കിട്ടി. ആൻഡ് നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. കാരണം നമ്മളിവിടെ വരുന്നത് നമുക്കറിയത്തില്ല
നമ്മൾ ഈ റീലിലൊന്നും കാണുന്നതിൻ്റെ കൂട്ടല്ല, കുറച്ച് അകത്തോട്ട് തന്നെ വരണം. ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം ലൈക്ക് ലൂക്കാസ് ട്രാവൽസിൻ്റെ ലൈക്ക് സ്റ്റാഫാണെങ്കിലും ശില്പ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. നമ്മൾ രാവിലെ തന്നെ മോർണിംഗ് തന്നെ വിളിച്ചിരുന്നു തിരിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും. ആൻഡ് ഓൾസോ റിസോർട്ടിൻ്റെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരും രാവിലെ ഞങ്ങളെ വിളിച്ചിരുന്നു തിരിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടും ആൻഡ് വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും. കാരണം ഇവിടെ നമ്മൾ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ 2 വഴി നമുക്ക് വരാൻ പറ്റും. നമ്മൾ കോട്ടയം വഴിയായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ആൻഡ് അതല്ലാണ്ട് കോട്ടയം വഴി വരുമ്പോൾ തന്നെ 2 വഴി നമുക്ക് വരാമായിരുന്നു, മൂവാറ്റുപുഴ വഴിയും കോതമംഗലം വഴിയും. അപ്പം ഇവർ വിളിച്ചിട്ട് നമ്മളോട് ഇൻഫോം ചെയ്തിരുന്നു കോതമംഗലം വഴി വന്നാൽ മതി, മൂവാറ്റുപുഴ വഴി വരുമ്പോഴത്തേക്കും റോഡ് കുറച്ച് മോശമാണ്, നിങ്ങളത് ചൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ മാപ്പിട്ട് വരണം എന്ന് വരെ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്തിരുന്നത്. സോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വ്ളോഗ് ചെയ്യണം എന്നാണ് വിചാരിച്ചത്, കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചത്. ആൻഡ് നമ്മളിവിടെ വന്നപ്പോഴാണെങ്കിലും അവരെ വിളിച്ച് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ ശില്പ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, മാഡം എത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ എത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ടും എങ്ങനൊരു കസ്റ്റമർ സർവീസ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പ്രൂവ് ചെയ്യുമായിരുന്നു. ഇന്ന് ലൂക്കാസ് ട്രാവൽസ് ആണെങ്കിലും മരം റിസോർട്ട് ആണെങ്കിലും വി ആർ സോ ഹാപ്പി വിത്ത് ദ സർവീസസ്. നമ്മൾ വേറെ ഒന്നുമല്ല, ഇത് പെയ്ഡ് പ്രൊമോഷൻ അങ്ങനത്തെ സാധനം ഒന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ ഞാൻ നല്ല സാറ്റിസ്ഫാക്ടറി ആണ് രണ്ടിടത്തു നിന്നുള്ള എക്സ്പീരിയൻസിനകത്താണെങ്കിലും. ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് 2 പേര്. ട്രാവൽസിനാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ലൈക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് റിസോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ദിസ് ഈസ് വണ്ടർഫുൾ റിസോർട്ട്, നല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ഈ നേച്ചർ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഒരു സ്റ്റേക്കേഷൻ ആലോചിക്കുന്നവരാണ് കൂടുതലും ഇത് ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം ഇവിടുത്തെ നേച്ചർ എക്സ്പ്ലോറേഷനും നമ്മൾ പീസ്ഫുൾ ആയിട്ടുള്ള വൈബ് എൻജോയ് ചെയ്യാനാണ് ഇത് ബെസ്റ്റ്. കാരണം നമ്മൾ ബാക്കിയുള്ളിടത്ത് കൂട്ടിട്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ്. ബിക്കോസ് ഇവിടുന്ന് 21 കിലോമീറ്റേഴ്സ് ഉണ്ട് സിറ്റിയിലോട്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഓപ്ഷനിൽ വെച്ചിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങളിപ്പം സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരാണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ്. ബിക്കോസ് 21 കിലോമീറ്റർ ഉണ്ട് സിറ്റിയിലോട്ട്. പിന്നെ അവിടുന്ന് വേണം നിങ്ങൾക്ക് പോകാൻ. പിന്നെ തിരിച്ചു വരുന്നത് അത് ഫീസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം വേണമായിരുന്നു, ലൈക്ക് ആ സ്റ്റേക്കേഷൻ ഇറ്റ്സെൽഫ്. നമ്മൾ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല, നമ്മൾ വേറെ ഒരു സ്ഥലത്തും പോകാനും പ്ലാൻ ചെയ്തിട്ടില്ല. വി ജസ്റ്റ് നീഡഡ് എ പ്ലേസ് വേർ വി ക്യാൻ ഫീൽ പീസ്. ആൻഡ് ഓൾസോ നമ്മൾ 2 പേർക്കാണെങ്കിലും നേച്ചർ എക്സ്പ്ലോറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിനകത്ത് ഈ സ്റ്റേയുടെ കൂടെ ഇൻക്ലൂഡഡ് അയക്കുന്ന ഒരു സാധനമാണ് രാവിലെ മോർണിംഗ് ട്രെക്കിംഗ് ഉണ്ട്. ആൻഡ് വൈകിട്ട് ഒരു ട്രൈബൽ കൾണറി ഉണ്ട്. ആൻഡ് ദെൻ വൈകിട്ട് ഈവനിങ് സ്നാക്സ് തട്ടുകട സ്റ്റൈലിലാണ്. സോ രാവിലത്തെ നേച്ചർ വാക്കും പിന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളത് ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനി പറയുമ്പം പറയാം. ആൻഡ് ഓൾസോ പിന്നെന്തായിരുന്നു, ഇതൊക്കെയാണ് ഇൻക്ലൂഡഡ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് നമ്മൾ സിറ്റി പീപ്പിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഇഷ്ടമാണ്. ബോത്ത് ലൈക്ക് നേച്ചർ ആണെങ്കിൽ നേച്ചർ, സിറ്റി ആണെങ്കിൽ സിറ്റി, റൂറൽ ഏരിയ ആണെങ്കിൽ റൂറൽ ഏരിയ, വി അഡാപ്റ്റ് ടു തിങ്സ്. സോ ആൻഡ് നമ്മളുടെ ഇൻട്രസ്റ്റുകളാണെങ്കിലും ഇതുപോലത്തെയൊക്കെയാണ്. നമുക്ക് ഇപ്പം ഫോറസ്റ്റുകൾ, വാട്ടർഫോൾസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിനൊക്കെ. സോ വി ചൂസ് ദിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്റ്റേക്കേഷനായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി. കുറച്ച് സമാധാനത്തെ ഇരിക്കുന്നത്, കുറച്ച് നേച്ചർ എക്സ്പ്ലോറേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ റിസോർട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇഫ് നിങ്ങൾക്ക് അല്ലാണ്ട് ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പോയി അങ്ങനത്തെ ഒരു ഇതാണ്, കുറച്ച് സിറ്റിയിൽ പോയിട്ട് എല്ലാം നോക്കിയിട്ട് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇത് ഫീസിബിൾ അല്ല, അത് ഞാൻ പറയാം. ആൻഡ് വരുന്ന റൂട്ട് കുറച്ച് ഫോറസ്റ്റിനകത്തോടൊക്കെ വരുന്നതാണ്. പക്ഷേ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ബാക്കി നമുക്ക് പൊക്കെ കാണാം.
ഫ്രഷൊക്കെ ആയി ഒന്ന് ഉറങ്ങി. എന്നിട്ട് നമ്മൾ ടീ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വന്നു. കോട കോട. സോ ഇതാണ് പ്രോപ്പർട്ടിയുടെ വ്യൂ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ആൻഡ് ഗ്യാതറിങ് ഏരിയ. ഒരു മിനി ലൈബ്രറി ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ സൈക്കിൾസ് ഒക്കെ ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പൂൾ. വീഡിയോ എടുക്കുന്നുണ്ടോ? വീഡിയോ ഒന്നില്ല ഓരോ ഓരോ സവാളയാണ്. ഇഞ്ചി പച്ചമുളക് മുളക് ചക്കപ്പഴം വേണമായിരുന്നു, അതൊക്കെ വേണ്ട. Okay. தெரியா தெரியல
കട്ടുണ്ടോ വ്യത്യാസം ഈ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ഓഡിയോ നമ്മൾ മ്യൂട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് പോർഷൻസ് മാത്രമേ മ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് അച്ചേട്ടൻ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്ത് പോകണമെന്ന്. പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ മ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. ആ ചേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. ആൻഡ് യെസ്, ആൻഡ് ഇഫ് യു വാണ്ട് ടു വാച്ച് ദിസ് വിത്ത് ഓഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ലൈക്ക് യു ക്യാൻ ഫോളോ മീ പാർവതി ആൻഡ് DPK സ്റ്റോറീസ്. സോ അവിടെ നമ്മൾ ഇതിൻ്റെ വിത്ത് ഓഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആസ് എ റീൽ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റും വിത്ത് ഓഡിയോ. അവിടെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരത്തില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അവിടെ അവിടെ വിത്ത് ഓഡിയോ നമ്മൾ പ്ലേ ചെയ്തേക്കാം. ഇവിടെ നമുക്ക് ഒരു നിർവാഹവും ഇല്ല ഇത് പ്ലേ ചെയ്യാൻ. ബിക്കോസ് ആ സോങ്ങിന് എന്തായാലും കോപ്പിറൈറ്റ് വരും. ബിക്കോസ് അത് നമുക്ക് അറിയാവുന്ന മണിച്ചേട്ടൻ്റെ വാഴയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. സോ മേ ബി വി വിൽ ഗെറ്റ് എ കോപ്പിറൈറ്റ്. സോ അതുകൊണ്ട് നമ്മളത് പ്ലേ ചെയ്യുന്നില്ല. വി ആർ റിയലി സോറി. ആൻഡ് നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഫുൾ വൈബിൽ ഈ വീഡിയോ പോകണമെന്ന്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക, യൂട്യൂബ് പോളിസീസ്. സോ നമ്മളിതെന്തായാലും റീൽ ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പം പറ്റുവാണെങ്കിൽ കോപ്പിറൈറ്റ് ഷോർട്സിനകത്ത് പറ്റുവാണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ബട്ട് നമ്മൾ ഉറപ്പ് പറയുന്നില്ല. ബിക്കോസ് ഓഫ് ദ സെയിം കൈൻഡ് ഓഫ് തിങ് ലൈക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. പക്ഷെ നമ്മൾ നോക്കാം.
അപ്പോൾ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിട്ട്. സോ ആ ചേട്ടൻ പറയുന്ന ഓഡിയോയും എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് ബ്രീഫ് ചെയ്ത് തന്നേക്കാം. ദിസ് ഈസ് എ ട്രൈബൽ ക്യുസീൻ എക്സ്പീരിയൻസ്, കൈൻഡ് ഓഫ് കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ആണ്. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ, ഈ പ്രിപ്പറേഷൻ്റെ പേരെന്ന് വെച്ചാൽ കമ്പം കാച്ചൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓത്തൻറ്റിക് ട്രൈബൽ ക്യുസീനാണ്. അപ്പം അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാംബൂ സ്റ്റിക്കിനകത്ത്, അതും ബാംബൂ സ്റ്റിക്കിൻ്റെയും കാര്യം ആ ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു നമുക്ക് പിന്നീട്. നമുക്ക് സാധാരണ കിട്ടുന്ന ബാംബൂ സ്റ്റിക്ക് അല്ലാതെ ഇത് ഫോറസ്റ്റിൽ നിന്ന് നോക്കിയെടുക്കേണ്ടതാണ്. കാരണം ബാംബൂ സ്റ്റിക്കിനകത്തും വെറൈറ്റീസ് ഉണ്ട്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ബാംബൂ സ്റ്റിക്കാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് സാധനങ്ങൾ സ്റ്റഫ് ചെയ്യണം. ബിക്കോസ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനകത്ത് നമ്മൾ ഒന്ന് വേവിക്കൊന്നും ചെയ്യാത്ത ചിക്കൻ, അതിനകത്തോട്ട് എണ്ണ, വെളിച്ചെണ്ണ, ദെൻ നമ്മുടെ മസാല കൂട്ടുകൾ, സവാള, ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബാംബൂ സ്റ്റിക്കിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ആൻഡ് നമ്മുടെ ബാംബൂ ലീവ്സ് വെച്ച് തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതിന് തൊട്ട് ആ ഫയറിനകത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിനകത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്ന സാധനത്തിൻ്റെ അൾട്ടിമേറ്റ് സാധനമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ഇറ്റ് വാസ് സോ യമ്മി. ഇറ്റ് വാസ് സോ യമ്മി. നമ്മൾ വേറൊരു കൈൻഡ് ഓഫ് ടേസ്റ്റാണ്, നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ആൻഡ് ആ ചേട്ടൻ വളരെ നല്ലോണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുമല്ല. ആൻഡ് ഇതിനകത്ത് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് തൊട്ടേ ഈ ട്രൈബൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയായിരുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു തന്നത്. ലൈക്ക് വേറെ സാധന സാമഗ്രികളൊന്നും ഇല്ലല്ലോ, അപ്പം അവർ ഇങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫോമാണ് നമുക്കിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പം എൻ്റെ പേര് കമ്പം കാച്ചൽ എന്നാണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്, ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ റിസോർട്ടിലോട്ട് പോയാൽ മതി. ലൈക്ക് ഇതിനകത്ത് നമ്മുടെ സ്റ്റേക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കോംപ്ലിമെൻ്ററി സാധനമാണ് ഈ കമ്പം കാച്ചൽ പ്രിപ്പറേഷൻ. ആൻഡ് ഇങ്ങനെയാണ്. പിന്നെ ആ ബാംബൂ സ്റ്റിക്ക് ബ്രേക്ക് ചെയ്യുക. എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം, നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഈ ബാംബൂ സ്റ്റിക്ക് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്നാണ് സെർവ് ചെയ്യുന്നത്. അത് നമുക്ക് പോകുന്ന വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. ഞാനിത് വോയിസ് ഓവറും കൂടെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മ്യൂട്ടഡ് ആണ് ഈ വീഡിയോസ് എല്ലാം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തന്നെ നമുക്ക് മ്യൂസിക് ബാക്കിൽ പ്ലേ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മേ ബി കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് മ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള വീഡിയോയ്ക്കകത്ത് മ്യൂട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വാസ്. എനിക്കറിയത്തില്ല, എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വേഗ് ഇൻഫർമേഷൻ്റെ ബേസിലാണ് ഞാൻ ഈ ബ്രീഫിങ് നടത്തിയേക്കുന്നത്. സോ ഓക്കെ. Call
എങ്ങനെയുണ്ട്? വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് പിന്നെ നമ്മൾ റൂമിലേക്ക് നമ്മൾ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തിയും ഡ്രാഗൺ ചിക്കനുമാണ് ഓർഡർ ചെയ്തിരുന്നത്. അലാക്കാട്ടയാണ് കേട്ടോ അത്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, അത് നിങ്ങൾക്ക് ഷോർട്സിൽ കാണാം, കേക്കൊക്കെ മുറിച്ച്. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് നെഡ് കപ്പിൾ.